കൂടി ഇറങ്ങുമല്ലേ എന്നത് LDFിലെ സൈബർ ഹാൻഡിലുകളുടെ പ്രചാരണ വാചകങ്ങളിലൊന്നായിരുന്നു. 3 ആഴ്ച നീണ്ട പ്രചാരണത്തിന് ശേഷം ജനം എല്ലാവരും കൂടി ഇറങ്ങി വോട്ട് ചെയ്തു. അത് LDFിനെ ഇറക്കാനോ ഇറക്കാതിരിക്കാനോ എന്നത് ഇന്നേക്ക് 23-ാം പക്കം അറിയാം. വികസനം മുതൽ വിദ്വേഷം വരെയുള്ള വിഷയങ്ങൾ ചർച്ചയായപ്പോൾ ജനം ഏതിനു മുകളിൽ വിരൽ പതിച്ചു എന്നറിയണം. അടിത്തട്ടിൽ തരംഗമുണ്ടോ എന്നറിയാൻ അടുത്ത മാസം 4 വരെ കാത്തിരിക്കണം. നാട്ടുകാർ വിലയിരുത്തിയത് സർക്കാരിനെയോ പ്രതിപക്ഷത്തെയോ. സുഹൃത്തുക്കളെ, ഇന്ന് സ്മൃതി പരുത്തിക്കാടിന് വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ആ തുടക്കത്തിൽ ഞാൻ അവരെ തന്നെ കാണിച്ചു തന്നത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതാ ഇന്നത്തോടു കൂടിയിട്ട് എല്ലാം പെട്ടിയിലായിട്ടുണ്ട്. ഇനി പറയുന്ന പോലെ തന്നെ നമുക്ക് ആ ദിവസം വരെ കാത്തിരിക്കാം. അന്ന് അറിയാം ആരെ തുണച്ചു ജനം. ഇപ്പോൾ നിലവിലുള്ള ഈ ഗവൺമെന്റിനെ തുടരാൻ അനുവദിക്കുമോ അതോ പ്രതിപക്ഷത്തിന് ഒരു അവസരം കൊടുക്കുമോ എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കിയത് മീഡിയകളിൽ മുഴുവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 ചാനല്, കൈരളി ചാനൽ ഞാൻ എടുക്കുന്നില്ല. കാരണം കൈരളി ചാനൽ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു ചാനലാണ്. പക്ഷേ അതിനപ്പുറത്ത് ചില ചാനലിലെ ചില വ്യക്തികൾ പരിപൂർണമായിട്ടും LDFിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത്തവണ പ്രവർത്തിച്ചത്. അത്തരം ആളുകളെ കുറിച്ച് നിങ്ങളോടൊന്ന് വർത്തമാനം പറയണമെന്നൊരു ആഗ്രഹത്തിലാണ് വന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ആളുകൾ ആരൊക്കെ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത് 2 പേരാണ്. TM ഹർഷനെ കുറിച്ചിട്ടും സനീഷിനെ കുറിച്ചിട്ടും. ന്യൂസ് മലയാളം എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. നിങ്ങൾ ആരെങ്കിലും കാണുന്നില്ല എങ്കിൽ ഇനി നിങ്ങൾ കാണേണ്ട ഒരു ചാനലായിട്ട് ന്യൂസ് മലയാളത്തിൽ എടുക്കണം. എന്റെ സുഹൃത്തുക്കളൊന്നുമല്ല ഈ 2 പേരും. പക്ഷേ ഏറ്റവും മാന്യമായിട്ട് വൃത്തിയായിട്ട് വലിയ കോലാഹലങ്ങളില്ലാതെ ബഹളങ്ങളില്ലാതെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ അലോസരങ്ങളില്ലാതെ കൃത്യമായിട്ട് തങ്ങൾക്ക് പറയാനുള്ള പോയിന്റുകൾ കൃത്യമായിട്ട് പറഞ്ഞു ഒപ്പിക്കുന്ന ആളുകളാണ് ഈ 2 പേരും. ഒരാളെ നമുക്കൊന്ന് കേൾക്കാം. ഇങ്ങനെ ഇത്രയും ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് KPCCക്ക് വന്ന പണത്തെ കുറിച്ചാണ്. അത് വിശദീകരിച്ചത് KPCC പ്രസിഡന്റാണ്. അതൊരൊറ്റ അക്കൗണ്ട് നമ്പറിനെ കുറിച്ചാണ് അത് വിശദീകരിച്ചത്. അതിന് മുമ്പ് പറഞ്ഞു ഞങ്ങളുടെ ജോയിന്റ് അക്കൗണ്ടിലാണ്. അപ്പോൾ ഇത് 2 അക്കൗണ്ടാണോ ഒരു അക്കൗണ്ടുള്ളൂ, ആ കാര്യത്തെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴും ജോയിന്റ് അക്കൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. KPCC പ്രസിഡന്റ് പറയുമ്പോഴും ജോയിന്റ് അക്കൗണ്ടിലാണ് ഈ പണം എന്നുള്ള കാര്യം മാത്രമാണ് വിശദീകരിക്കുന്നത്. അപ്പൊ ജോയിന്റ് അക്കൗണ്ട് ആയിക്കോട്ടെ, പക്ഷെ അതിൽ 2 അക്കൗണ്ട് ഉണ്ടെങ്കിൽ 2 അക്കൗണ്ട് ഉണ്ടെന്ന് ആ സമയത്ത് തന്നെ പറയേണ്ടതായിരുന്നു. കാരണം ഇത് പൊതുജന സമക്ഷം ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി വന്ന സ്ഥിതിക്ക് അത് വിശദീകരിക്കുകയാണ് KPCC പ്രസിഡന്റ് ചെയ്തത്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ആ വിശദീകരണത്തിന്റെ കാര്യത്തിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം കാര്യങ്ങൾ എഴുതിക്കൊണ്ട് വന്നത്. ഇവിടെ സനീഷ് സംസാരിക്കുന്ന അല്ലെങ്കിൽ TM ഹർഷൻ സംസാരിക്കുന്ന വിഷയത്തെ കുറിച്ചിട്ട് കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. പ്രതിപക്ഷത്തെ കുറിച്ചാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആ ഒരു വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് 2 അക്കൗണ്ട് ഉണ്ട് എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ഈ അടുത്ത കാലത്ത് സനീഷിന്റെയും TM ഹർഷന്റെ ഒക്കെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഇവർ പരിപൂർണമായിട്ടും ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ പിണറായി വിജയൻ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. ഇനി ഇതേ ചാനൽ തന്നെ വേറൊരാളുണ്ട്. അവരുടെ പേര് ശ്യാമിലി ശശിധരൻ എന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രസന്റേഷനൊക്കെ ഭയങ്കര രസകരമാണ്. ഒരു മന്ദമായ ശൈലിയിലാണ് ഇവർ സംസാരിക്കുക. വളരെ വലിയ ശബ്ദമൊന്നും ഈ ഒരു പെൺകുട്ടിക്ക് ഇല്ല. പക്ഷേ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര വ്യക്തതയുണ്ട്. ഇനി തനിക്ക് പറഞ്ഞു ഒപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ തന്നെയും അവരത് എഴുതി വെച്ചിട്ടാണ് ഇവര് സംസാരിക്കുന്നത്. അല്ലാതെ രേഖകളില്ലാതെ വായിൽ തോന്നുന്ന വർത്തമാനങ്ങൾ, താൻ പോടോ, നീ ആരാ, വലിയ കാര്യമായി പോയി, നീ അങ്ങോട്ട് എന്താ പറയാ തകർത്തു, നീ അങ്ങോട്ട് വെടിപൊട്ടിച്ചു എന്നീ പറയുന്ന ഭാഷാ പ്രയോഗങ്ങളൊന്നുമില്ല. ഏറ്റവും വളരെ മാന്യമായ സഭ്യമായ ഭാഷാ പ്രയോഗങ്ങളിൽ പറയേണ്ട കാര്യങ്ങൾ തീക്ഷ്ണമായിട്ട് പറയാൻ ശ്രമിക്കുന്ന ആൾ കൂടിയാണ് ഈ ശ്യാമിലി ശശിധരൻ. അവര് ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരുന്ന വാക്കുകൾ ഒന്ന് ഇങ്ങനെയാണ്. കൊട്ടിക്കലാശ ദിവസം പോലും സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ ഒരു ആയുധമില്ലാത്ത പ്രതിപക്ഷത്തെ ഞാൻ ഇന്നത്തെ ദിവസം കണ്ടു. കൊട്ടിക്കലാശ ദിവസം ആദ്യം നമ്മളൊന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ അതിൽ മാത്തിക്കുഴൽനാടൻ വരുന്നു, വലിയ ബോംബ് എന്ന് പറയുന്നിട്ട് ഒരു കുഴി ബോംബും ഒരു പൊട്ടിച്ചീറ്റിപ്പോയ ഒരു മനുഷ്യനിർമ്മിത പ്രളയം എന്ന നിലയ്ക്ക് അത് ഏറ്റെടുക്കാൻ രമേശ് ചെന്നിത്തലയോ VD സതീശനോ KC വേണുഗോപാലോ ഇന്ന് തുടങ്ങി UDF നിരയിൽ ആരും തയ്യാറായില്ല. കാര്യത്തിൽ ഈ പറയുന്ന പോലെ കോടതി വിരിഞ്ഞ് പോയിന്റ് ഓർമ്മ വന്ന വക്കീൽ എന്ന് പറയുന്നില്ലേ, അങ്ങനെ ഒരു നിലയ്ക്ക് മാത്തിക്കുഴൽനാടൻ വന്നിട്ട് ഒരു പോയിന്റ് ഇവിടെ അവതരിപ്പിച്ചിട്ട് അങ്ങനെ ആ വഴിക്ക് അങ്ങ് പോയി എന്ന് പറയുന്നത് പോലെ അത്ര ദുർബലമായ ഒരു ആയുധമായിരുന്നു ഇന്നേ ദിവസത്തേക്ക് അവർ കരുതി വെച്ചിരുന്നു. നോക്കൂ, ഇത് നമ്മുടെ ഇലക്ഷന്റെ കൊട്ടിക്കലാശത്തിന്റെ അന്ന് ശ്യാമിലി ശശിധരൻ പറഞ്ഞാണ്. അന്ന് പോലും ഈ ഭരണപക്ഷത്തിനെതിരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു ആരോപണം പോലും പൊട്ടിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അത് പൊട്ടിച്ചതാകട്ടെ മറ്റു നേതാക്കൾ ആരും ഏറ്റെടുത്തൊരു വലിയ വിഷയമാക്കി കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നതാണ്.
പരിപൂർണമായിട്ടും ആ ഒരു കൊട്ടിക്കലാശ ദിവസം പോലും പരിപൂർണമായിട്ട് പരാജയപ്പെട്ടു പോയ ഒരു പ്രതിപക്ഷത്തെ കുറിച്ചിട്ടാണ് ശ്യാമിലി ശശിധരൻ പറയുന്നത്. ശ്യാമിലി ശശിധരന്റെ ഒരു പ്രൊഫൈലൊക്കെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവര് ഈ ചാനലിൽ വന്നിട്ട് ഈ ഒരു ഇലക്ഷൻ സമയത്ത് ഇവർ പ്രവർത്തിച്ചത് മുഴുവൻ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടാണോ എന്ന് സംശയം തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലത്, കാരണം ശരിയുടെ പക്ഷത്ത് നിൽക്കണമല്ലോ. അതുകൊണ്ട് ഇതല്ലാതെ പിന്നെ വേറെ എന്ത് പറയും? അങ്ങനെ കൂടി ഉണ്ടല്ലോ. ചാനൽ പ്രവർത്തകയാണെന്ന് വിചാരിച്ചിട്ട് സത്യം ഇടതുപക്ഷത്താണെങ്കിൽ അത് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ സത്യം വലതുപക്ഷത്താണെങ്കിലും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ സത്യം BJPയുടെ കൂടെ ആണെങ്കിൽ പോലും അതിനെപ്പറ്റി നിശബ്ദമായിരിക്കുക എന്ന് പറഞ്ഞ പരിപാടി ശരിയല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ശ്യാമിലി ശശിധരൻ ശ്രദ്ധിച്ചത് സത്യത്തിന്റെ ഒപ്പം നിൽക്കുക, യാഥാർത്ഥ്യത്തിനൊപ്പം നിൽക്കുക, ആളുകളെ നീതിക്കൊപ്പം നിൽക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാൻ തന്നെയാണ്. കാരണം അവരുടെ കയ്യിലാണ് ഡാറ്റകൾ ഉള്ളത്. ഡാറ്റ വെച്ച് സംസാരിക്കുന്ന ശ്യാമിലിക്ക് ഡാറ്റ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് പറഞ്ഞു പോകുന്ന കോൺഗ്രസിനൊപ്പം നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി അടുത്തത് അസിത ഷഹീർ എന്ന് പറയുന്ന 24 ന്യൂസ് ചാനലിൽ ഒരാളുണ്ട്. ഈ അടുത്ത കാലത്ത് കൈരളി ചാനലിൽ നിന്നാണ് ഇവർ അക്ഷിത 24ലേക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ അക്ഷിതയുടെ വരവ് ഒരു വലിയ ഓളം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ 24 ചാനലിൽ. നിരന്തരം വളവള പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീകണ്ഠൻ നായർക്ക് പോലും പലപ്പോഴും ഉത്തരം മുട്ടുന്ന രീതിയിലാണ് അക്ഷിത തന്റെ ആയുധങ്ങളൊക്കെ എടുത്ത് പ്രയോഗിക്കുന്നത്. അതിന്റെ തൊട്ട് താഴത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതേ ചാനലിൽ ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറയുന്ന മനുഷ്യരുണ്ട്. അദ്ദേഹം പലപ്പോഴും ഈ ഒരു അക്ഷിതയുടെ മുമ്പിൽ നിശബ്ദനായി പോകുന്ന കാഴ്ച കൂടി നമുക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ശോഭാ സുരേന്ദ്രൻ ആ പ്രതികരണത്തിൽ നടത്തിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കയ്യോടെ പിടികൂടിയിട്ടും ഇങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കാണാതെയും ഇരുട്ടിന്റെ മറവിലും ഇവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്നതുകൂടിയാണ് ഈ സംഭവത്തിലൂടെ വെളിവാകുന്നത്. ഒരിക്കൽ പറയുന്നു കാറിൽ ഉണ്ടായിരുന്നത് എന്റെ നിഴലാണെന്ന്, പിന്നീട് പറയുന്നുണ്ട് ഈ പൈസ കൊടുത്ത സ്ത്രീയുടെ വല്യമ്മയാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. അതായത് വെള്ള ചുരിദാറും മുല്ലപ്പൂവും വെച്ചൊരു നിഴലിന് പിന്നാലെ ആ നിഴലിനൊരു വല്യമ്മ കൂടി. ഇവർ ആരോടാണ് ഇത് പറയുന്നത്? നമ്മളടക്കം ആ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനോട് ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്. ആ പൈസ അടിപൊളി. ഞാൻ ഇതിനപ്പുറത്തേക്കൊന്നും ഞാൻ അക്ഷിതയെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷെ അക്ഷിത കൃത്യമായിട്ട് കൈരളിയിൽ പരിചയമുള്ളതെന്നാണെന്ന് അറിയില്ല, ഇനിയിപ്പോ ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരാളാണോ എന്നൊന്നും അറിയില്ല, ആയിരിക്കാം, നമുക്ക് അങ്ങനെ തന്നെ വിചാരിക്കാം. അത്തരം ഒരു സ്വഭാവം നീക്കൽ, അത്തരം ഒരു ആശയം മുറുകെ പിടിക്കുന്ന ഒരാളായിരിക്കും അക്ഷിത ഷഹീർ എന്ന് പറയുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ ഇവർ കൃത്യമായിട്ടും അതിനെ തേച്ചൊട്ടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ തൊട്ടപ്പുറത്ത് ഈ റിപ്പോർട്ടർ ചാനലിലേക്ക് അവിടെ തന്നെ നമുക്ക് നോക്കാം. 24 ചാനലില് ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടിയ ഒരാളുണ്ട്. ഇനി അക്ഷിതയെ കൊണ്ട് ബുദ്ധിമുട്ടിയ ഒരാളുണ്ട്. അദ്ദേഹം ഹാഷിമാണ്. അദ്ദേഹം ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇടതുപക്ഷത്തെ എങ്ങനെയെങ്കിലും ആക്രമിക്കുക. ഞാൻ തൊട്ടു മുമ്പ് ആദ്യം തന്നെ പരുത്തിക്കാടിനെ കാണിച്ചു തന്നു. അപ്പോൾ പരുത്തിക്കാട് എങ്ങനെയാണോ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നത്, അതേപോലെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കൂരമ്പുകളുമായിട്ട് വന്നതായിരുന്നു. പക്ഷേ എല്ലാ കൂരമ്പുകളും അക്ഷിതയുടെ മുമ്പിൽ തകർന്ന് തരിപ്പണമായി പോയി ഹാഷിയുടെ. എന്തായാലും ഹാഷിനെ ഒന്ന് കേൾക്കാം. ഭീകരാക്രമണ സമയത്ത് ഞാൻ എന്റെ ഇന്റർവ്യൂയിൽ അണ്ണാക്ക് എന്നൊരു പദം പ്രയോഗിച്ചു. അണ്ണാക്ക് എന്നൊരു പദം പാകിസ്ഥാനോട് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് റഫാലും മറാഷും തീർക്കുന്ന തീവഴ വരുന്നുണ്ട്, പാകിസ്ഥാനോട് പറയുന്നതാണ്. അതൊരുപാട് വൈറലായ, ഒരുപാട് ഷെയർ ചെയ്യപ്പെട്ട, എനിക്ക് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ ഇന്റർവ്യൂ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എന്റെ ഒരു മലയാളാധ്യാപകൻ, എന്നെ സ്കൂളിൽ പഠിപ്പിച്ച മലയാളാധ്യാപകനടക്കം ഒരു 3-4 പേരെങ്കിലും മുതിർന്ന ആൾക്കാരാണ് അവർ വിളിച്ച് ഒരു പൊതുസമൂഹത്തിൽ അണ്ണാക്ക് എന്ന പദമൊക്കെ പ്രയോഗിക്കുന്നത് ശരിയാണോ? ഇവിടെ ഈ അണ്ണാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം പറഞ്ഞെത്തിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ ഡാഷ് മോനെ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്കുള്ള ഒരു കഥയാണ് ഹാഷിം താജ് ഇബ്രാഹിം ഇവിടെ വെച്ചു പോകുന്നത്. പക്ഷേ അതവിടെ ചീറ്റിപ്പോയ ഒരു പടക്കമാണ്. നിങ്ങൾ ഒരു പക്ഷേ ചാനൽ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടിരിക്കും. പിന്നീട് എനിക്ക് വളരെയധികം ഇഷ്ടമായത്, ഏറ്റവും ഗംഭീരമായിട്ട് ഈ അടുത്ത ഈ ഒരു ഇലക്ഷൻ സമയത്ത് പ്രസന്റേഷനിൽ ഏറ്റവും സുന്ദരമായിട്ട് പ്രസന്റ് ചെയ്തത് മാധു സജി എന്ന് പറയുന്ന ഒരാളാണ്. പലപ്പോഴും മാധുക്കെ ചാനൽ ചർച്ചയിൽ UDF-കാരെ ആയിക്കോട്ടെ BJP-കാരെ ആയിക്കോട്ടെ ഇരുത്തി പൊരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടു എന്നുള്ളതാണ് കേട്ടോ. ഈ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് തോന്നിയവാസം, പച്ചയ്ക്ക് തോന്നിയവാസം എന്നല്ലാതെ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഞാൻ തെലുങ്ക് പഠിക്കാനും പോകുന്നില്ല, മലയാളം പഠിക്കാനും പോകുന്നില്ല. ലെറ്റർ ഹെഡിൽ, ഒരു മുഖ്യമന്ത്രിയുടെ ലെറ്റർ ഹെഡിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നീ എന്ന മലയാളം പറയാൻ അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. ആരും നിർബന്ധിച്ചൊന്നുമില്ലല്ലോ സിനിമ ഡയലോഗ് പഠിക്കാൻ. കഴിഞ്ഞ ദിവസം എന്നാള് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടുന്ന് എനിക്ക് മുണ്ടും മുറുക്കി കൊടുക്കാനും അറിയാം, വേണമെങ്കിൽ തെറി അറിയാന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം പറഞ്ഞു പോയി പണി നോക്കാൻ. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? അത് ഡു യുവർ ജോബ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് മലയാളത്തിൽ ആരും നിർബന്ധിക്കുന്നില്ലെന്ന്, മലയാളം അറിയാവുന്നവർ പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. അപ്പം നീ പോ മോനെ ദിനാശ എന്ന് പറയുന്നുണ്ടെങ്കിൽ നീ എന്താണ്, പോ മോനെ എന്താണ്,
ദിനേശ എന്താണെന്നൊക്കെ അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. ഇവിടെ ആരും തൊണ്ടയ്ക്ക് കുത്തിപ്പിടിച്ച് പറഞ്ഞതല്ല എന്നുള്ളതൊരു കാര്യം നോക്കൂ. മാധു സജി വളരെയധികം ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നത്. കാരണം നമ്മുടെ മുഖ്യമന്ത്രി അപമാനിക്കുക, അതോടുകൂടി നമ്മുടെ കേരളത്തിൽ കൂടി അപമാനിക്കുന്ന രീതിയിൽ മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി വന്നിരുന്നിട്ട് അവരുടെ ലെറ്റർ ഹെഡിലൊക്കെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അപമാനകരമാണെന്നതിന് തൊട്ടപ്പുറത്ത് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പരുത്തിക്കാട് ഇരിക്കുന്നുണ്ട്, നിശബ്ദമായി കുത്തിരിക്കുന്നുണ്ട്, വാക്കുകളൊന്നുമില്ല, പിരിവെട്ടി കുത്തിരിക്കാൻ നമുക്കറിയാം. പിന്നീട് ഒരു പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു മാസ്റ്റർ മൈൻഡ് അല്ലെങ്കിൽ ഈ ചാനലിൽ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്ത ഏറ്റവും ബെസ്റ്റ് മാൻ എന്നൊക്കെ നമുക്ക് അവാർഡ് കൊടുക്കാൻ സാധിക്കുന്ന ഒരാള് അത് അരുൺകുമാറാണ്. റിപ്പോർട്ടറിലെ അരുൺകുമാർ. കേൾക്കണം. ഇന്നിപ്പോ വയനാടുമായി ബന്ധപ്പെട്ട് നമ്മൾ കാത്തിരുന്ന ആ കണക്ക് പുറത്തു വരുമ്പോ ശരിക്കും പറഞ്ഞാൽ ഐ എം ഷോക്ഡ് എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ ഒരു സിനിമയുടെ പേര് പറയാം, കള്ളൻ പവിത്രൻ. പക്ഷേ സ്മൃതിക്കൊക്കെ ഓർമ്മയുണ്ടാവും, പത്മരാജൻ പണ്ട് സംവിധാനം ചെയ്തു. എനിക്ക് വയനാട്ടിലെ ഫണ്ട് ഇന്ന് വിവരങ്ങൾ പുറത്തു വരുമ്പോ കള്ളൻ പവിത്രൻ എന്ന സിനിമയാണ് ഓർമ്മ വരുന്നത്. പല നേതാക്കൾ എങ്ങനെയാണ് ഈ വയനാട്ടിലെ ഫണ്ട് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നൽകിയത് അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ദൃശ്യം എന്ന സിനിമയിലെ ജോർജ് കുട്ടിയാണ്. ഈ രണ്ട് സിനിമകളും വയനാടൻ ഫണ്ടുമായിട്ട് ബന്ധമുണ്ട്. സാധാരണ രീതിയിൽ കോൺഗ്രസിനെ കുറിച്ചുള്ള ഒരു ആക്ഷേപം, പിരിക്കുന്ന ഫണ്ട് കൃത്യമായിട്ട് എന്തിനു വേണ്ടിയാണോ പിരിക്കുന്നത് അവിടെ എത്താറില്ല എന്നുള്ളൊരു പഴി പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടാറുണ്ട്. CPM ആണ് അത് ഏറ്റവും കൂടുതൽ ആരോപിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് തന്നെയാണ് കോൺഗ്രസ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുക, നമുക്കറിയാം. പക്ഷേ ഇതിനെല്ലാം അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ചാനൽ പ്രവർത്തകരെല്ലാം കൃത്യമായിട്ട് ഓരോരുത്തരെയും അനലൈസ് ചെയ്ത് ഓരോരുത്തരും കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇവരെല്ലാം ഇടതുപക്ഷക്കാരാണെന്നും ഇവർ നാളെ ഇടതുപക്ഷത്തിന് ഒപ്പം തന്നെ നിൽക്കുകയുള്ളൂ എന്നല്ല. ഇവർ ഒരുപക്ഷെ ഇടതുപക്ഷത്തെ ഏതെങ്കിലും അപജയങ്ങളുണ്ടെങ്കിൽ അതുകൂടി ശക്തമായി തുറന്നു കാണിക്കുന്ന ആളുകളാണ്. പക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാനൽ പ്രവർത്തകരിൽ നിന്ന് ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ചാനൽ പ്രവർത്തകർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെയാണ് എൻ്റെ മുമ്പിലേക്ക് വന്നൊരു ലിസ്റ്റുകൾ കേട്ടോ. ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇവരല്ല, ഇതിനേക്കാൾ അപ്പുറമായിട്ട് ചർച്ച അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത മറ്റ് ചാനൽ പ്രവർത്തകരൊക്കെ ഉണ്ട് എന്ന തോന്നലൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. ഞാൻ പരിപൂർണമായിട്ട് എല്ലാം അങ്ങോട്ട് വ്യൂ ചെയ്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, എൻ്റെ തോന്നലിൽ ഇവരൊക്കെ തന്നെയാണ്. അല്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് അടിക്കാവുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഒപ്പം ഉണ്ടാവണം. സബ് ചെയ്തിട്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. ബൈ.